ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അയച്ച് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് നല്ല ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ എയർ ഫിൽറ്റർ അത് തന്നെ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ക്ലച്ച് ബെൽറ്റിൻ്റെ ഭാഗം CVT ക്ലച്ചിൻ്റെ ഭാഗമാണ്, അത് നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് ബെൽറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ, റോളർ സെറ്റ് തേമാനം ഉണ്ടോ, അതേ ക്ലച്ച് ഷൂന് കംപ്ലയിൻ്റ് ഉണ്ടോ, ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ സർവീസിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഇത് ആക്റ്റീവയുടെ ആണ് ബെൽറ്റ്, ആക്റ്റീവ പഴയ മോഡലിലാണെന്നുള്ളൂ കേട്ടോ. നിലവിൽ നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓൾറെഡി കാണുന്നില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയാണത്, വേരിയേറ്റർ ബോഡിയും അതേപോലെ റോളർ സെറ്റ്, ബോസ് ഡ്രൈവിന് നോർമൽ സാധാരണ നമ്മളുടെ ഉപയോഗത്തിൻ്റേതായിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. കംപ്ലൈൻ്റ് എന്നൊന്നും പറയാനില്ല. പിന്നെ ഇത് വെയിറ്റ് സെറ്റാണത്, വെയിറ്റ് സെറ്റും അതിൻ്റെ മൂവിങ് വീലും കാര്യങ്ങളൊക്കെ വന്നായിട്ടാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഒക്കെ കറക്റ്റാണ്, ക്ലിയർ ആയിട്ട് വർക്ക് ആവണേ. പിന്നെ ക്ലച്ച് ഔട്ടർ ആയാലും നമുക്കൊന്ന് അയച്ച് ഒന്ന് വാട്ടർ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി മതി. ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നമ്മൾ ഫ്രണ്ട് അഴിച്ചതുകൊണ്ടാണ് ബാക്കും കൂടി അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നിലവിൽ ആ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക പ്രശ്നങ്ങൾ കാണില്ല. ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് കറക്റ്റാണ്, ആക്സിലേറ്റർ കേബിളും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓടിച്ച് നോക്കുമ്പോഴായാലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റോ മിസ്സിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കണില്ല. കാർബേറ്റർ ഓൾറെഡി ജനറൽ സർവീസിൽ വന്നതല്ല, നമ്മൾ അഡീഷണൽ നമുക്ക് ചെയ്യേണ്ട വരും. പക്ഷേ നിലവിൽ അതൊരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് ചെയ്യാത്തത് കേട്ടോ. വെറുതെ നമ്മൾ അഴിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ആയാലും പുതിയ പ്ലഗും എയർ ഫിൽറ്റർ അടക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ സാധാരണ രീതിയിൽ ആക്റ്റീവ മോഡൽ വണ്ടികളിലൊക്കെ ചില കേസിലൊക്കെ ലീക്ക് വരാറുണ്ട്. നമ്മളിപ്പോൾ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ പറയത്തക്ക ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്കിൻ്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമ്മളത് വണ്ടി ഓടിച്ച് നോക്കുമ്പോഴും അത് നിർത്തിയിട്ട് ആക്ഷൻ ആക്കി നോക്കുമ്പോഴൊന്നും ഫ്രണ്ട് ഷോക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ നിലവിൽ ഷോക്ക് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പിന്നെ നമുക്കൊരു കംപ്ലൈൻറ്റ് തോന്നുന്നത് കഴിഞ്ഞാൽ ബ്രേക്ക് കേബിളുകളാണ്. ബ്രേക്ക് കേബിളുകളൊക്കെ ഔട്ടർ ചെറുതായിട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ പോലും പിന്നീട് നമുക്കതൊരു ടൈറ്റ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ കേബിളൊക്കെ കാരണം ഫ്ലെക്സിബിൾ അല്ല, ഇതൊക്കെ ഹാർഡായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണത് കേട്ടോ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് കേബിളൊക്കെ ബ്രേക്ക് ജാമിങ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് 2 ബ്രേക്ക് കേബിളും ഫ്രണ്ടിലേക്ക് 2 ബ്രേക്ക് കേബിൾ തന്നെ വരുമ്പോൾ ഏകദേശം ഒരു 400 രൂപ 450 രൂപ അതിന് മാത്രം വന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് സ്മൂത്തായിരിക്കും, പിന്നീടുള്ള ആ ഒരു ബ്രേക്ക് ജാമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ലൈനറാണ്, നമ്മൾ ക്ലീൻ ആക്കി ഇട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ നേരം അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ഇതും ഇരിക്കുന്ന ബാറ്ററി നമുക്ക് ഓൾഡ് മോഡൽ 5 ബാറ്ററിയാണ്, 5 ആംപിയറിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ടിൻ്റെ. ഇരിക്കണ എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ശരിക്കും ആക്റ്റീവയ്ക്ക് വരുന്നത് ഈ മോഡലല്ല, ഇത് പഴയ മോഡൽ തന്നെ, പഴയ മോഡൽ ആക്റ്റീവയുടെ മോഡലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 5 ആംപിയറിൻ്റെ ബാറ്ററി ഇരിക്കണം. അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.77 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്, വോൾട്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ഒന്ന് ചെക്കിങ്ങിലേക്ക് വിടുന്നുണ്ട്, ടെസ്റ്റ് അടിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുക. അതിൻ്റെ വാല്യൂസ് വന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നേക്കണേ. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ്. പക്ഷേ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെൽഫിൻ്റേതായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും. അതായത് ബാറ്ററി അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ഇപ്പോൾ എത്തിയത്. ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട്. സെൽഫ് വർക്ക് ചെയ്യണമെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിലൊരു പക്ഷേ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ പ്ലഗൊക്കെ നമ്മൾ കിടക്കുന്നത് പുതിയ പ്ലഗാണ്, വലിയ പഴക്കത്തൊന്നും അല്ല. എയർ ഫിൽറ്റർ പ്ലഗൊക്കെ കൂടി ഒരുമിച്ച് മാറ്റിയാണ്. അതുപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. സൈലൻസറിൻ്റെ മുകളിലാണ് ഈ കവർ പൊട്ടി കിടക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിടുന്നത് നന്നായിരിക്കും. വലിയ റേറ്റൊന്നും ഏകദേശം എനിക്കൊരു 50 രൂപ താഴേക്ക് വരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനപ്പോൾ ഒരു എസ്റ്റിമേറ്റ് നിലവിലാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. എഞ്ചിൻ ഓയിലും ഈ ഐറ്റം പെടുത്താം. പിന്നെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് ഇതൊക്കെ അതിനകത്ത് വരും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളുടെ കേസ് കൂടി ഞാൻ ഒന്ന് കൂട്ടിയേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. ബാറ്ററി നമ്മളിപ്പോൾ നിലവിൽ പെടുത്തുന്നില്ല കേട്ടോ. കാരണം ബാറ്ററി കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ സെൽഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ബാക്കിയത്തെ വർക്കുകളൊക്കെ തന്നെ ഇതിനകത്ത് പെടുത്തിയിട്ട് ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.